ഏപ്രിൽ 1 സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണത്തിലെ ഖുദ്സ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനടക്കം 13 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഏറ്റെടുത്തിരുന്നില്ല. ഇതിന് തക്ക ശിക്ഷ നൽകണമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖലി ഖമനോയി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നത്. ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആക്രമണത്തിന് മുതിരരുതെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകി. തെക്കൻ മധ്യ ഇസ്രയേലിൽ ആക്രമണത്തിനാണ് സാധ്യത. തിരിച്ചടിക്കുമെന്നും അതിന് സമയക്രമം നിശ്ചയിച്ചിട്ടില്ലെന്നുമാണ് ഇറാനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ആക്രമണമുണ്ടായാൽ ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ആക്രമണത്തിന് മുതിരരുതെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകി. നിലവിലെ സ്ഥിതി മുതലാക്കി ഗാസയിൽ സമാധാനത്തിനും വിലപേശാനും യുഎസുമായുള്ള നിർത്തിവെച്ച ആണവ ചർച്ച പുനരാരംഭിക്കാനും ഇറാൻ നീക്കം നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ പശ്ചിമേഷ്യയിലെമ്പാടും യുദ്ധം ആളിപ്പടർന്നേക്കും. ഇസ്രയേലിന്റെ നയതന്ത്ര സൈനിക ഉദ്യോഗസ്ഥർ ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ടെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നു. രാജ്യത്തിനുള്ളിൽ നേരിട്ടാക്രമണമുണ്ടായാൽ ഇറാൻ മണ്ണിൽ തിരിച്ചടി നൽകാൻ ഇസ്രയേലും ഒരുങ്ങി. ഇറാന്റെ സൈബർ ശൃംഖലയും തകർക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ഗാസ യുദ്ധത്തിനിടെ സിറിയയിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇറാൻ ജനറൽമാർ നേരത്തെയും കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം ഇറാനിലേക്കും ഇസ്രയേലിലേക്കും ഇന്ത്യക്കാർ യാത്ര ചെയ്യരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ യാത്ര ഒഴിവാക്കാനാണ് നിർദ്ദേശം. 2 രാജ്യങ്ങളിലും നിലവിൽ താമസിക്കുന്നവർ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണം. പരമാവധി യാത്ര ഒഴിവാക്കി താമസ സ്ഥലങ്ങളിൽ തുടരാൻ ശ്രമിക്കണമെന്നും ഇവർക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന് സാധ്യതയേറിയ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ്. ഇന്ത്യക്ക് പുറമെ മറ്റ് നിരവധി രാജ്യങ്ങൾ ഇസ്രയേലിലേക്ക് യാത്ര നിരോധിച്ചു. ടെൽ അവീവ്, ജെറുസലേം അടക്കമുള്ള നഗരങ്ങളിൽ നിന്ന് പുറത്തേക്കുള്ള യാത്ര പാടില്ലെന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.